ഹായ്, ഇന്ന് എന്നോടൊപ്പമുള്ളത് നമ്മുടെ ദേവി ടീച്ചറാണ്. കഴിഞ്ഞ 25 വർഷത്തിലധികമായിട്ട് മോണ്ടിസോറി അധ്യാപികയായിട്ട് പ്രവൃത്തി പരിചയമുള്ള ടീച്ചറിനോട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ടീച്ചറിൻ്റെ അധ്യാപനത്തെ പറ്റിയും എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് എത്തിയതെന്നും എന്തൊക്കെയാണ് ഒരു മോണ്ടിസോറി ടീച്ചർ ചെയ്യുന്ന ജോബെന്നും ഒക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. ടീച്ചർ നമസ്കാരം. താങ്ക് യു ആശാന. ടീച്ചർ എന്താണ് ടീച്ചർ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് ഒരുപാട് നാൾ മുമ്പ് കടന്നു വന്ന വഴിയാണിത്, എങ്ങനെയാണ് ഈ ഒരു ജോലിയിലേക്ക് എത്തിയത് എന്നൊന്ന് പറഞ്ഞു തരാമോ? ആശാ മാം, ഞാൻ ഇപ്പം ഈ ഫീൽഡിൽ എത്തിയിട്ട് ടീച്ചിങ് ഫീൽഡിൽ എത്തിയിട്ട് 25 കൊല്ലമാവാൻ പോവുകയാണ്. ഞാൻ 25 വർഷം മുമ്പെയാണ് ഈ മോണ്ടിസോറി കോഴ്സൊക്കെ ചെയ്തത്. മോണ്ടിസോറി കോഴ്സ് അന്ന് ഞാനിവിടെ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ അങ്ങ് അബുദാബിയിലായിരുന്നു. അവിടെ മക്കളൊക്കെ ആയിട്ട് അവിടെയായിരുന്നു, ഞാൻ അബുദാബിയിലായിരുന്നു. ഞാൻ അവിടെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചപ്പം എനിക്ക് മനസ്സിൽ തോന്നിയത് ഏറ്റവും നല്ല ഫീൽഡ് എന്ന് പറയുന്ന ലേഡീസിന്, എസ്പെഷ്യലി വീട്ടമ്മമാർക്ക്, ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഫീൽഡ് എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. ഓക്കെ. പിന്നെ ആ ടീച്ചിങ്ങിൽ മാത്രമല്ല, ടീച്ചിങ്ങിൽ ഈ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതിലും കുറച്ചും കൂടി എനിക്കൊരു നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇഷ്ടം തോന്നി വന്നതാണ് ചെറിയ കുട്ടികളെ. അത് ടീച്ചറെ, എനിക്കൊരു സംശയം, ഈ 25 വർഷത്തിന് മുമ്പ് ഇത് വലിയ എല്ലാവരും അറിയാവുന്ന മേഖലയായിരുന്നു മോണ്ടിസോറി എന്നൊക്കെ പറയുന്നത്. 25 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ മോണ്ടിസോറി എന്നുള്ളൊരു കോഴ്സേ ഉണ്ടായിരുന്നില്ല. TTC, BEd, MEd അങ്ങനെയുള്ള കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. അന്ന് മോണ്ടിസോറി ഒക്കെ പഠിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ചെന്നൈ പോകണം, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണം. അല്ലാതെ വേറെ കേരളത്തിൽ അങ്ങനെ മോണ്ടിസോറി എന്നുള്ളൊരു കോഴ്സേ ഉണ്ടായിട്ടില്ലായിരുന്നു. അന്ന് ഞാൻ അത്ര പ്രചാരത്തിലുണ്ടായിരുന്നില്ല അല്ലേ. അന്ന് നമ്മൾക്ക് മോണ്ടിസോറി ഒരു അധ്യാപിക ആവണമെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് ചെന്നൈയിലോ ബാംഗ്ലൂരോ പോയിട്ട് പഠിക്കണം. അങ്ങനെ പഠിച്ചതാണ്. അന്നിപ്പോ ഈ സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ലാത്ത കാലത്തായിരുന്നു. നമ്മൾ പോസ്റ്റലായിട്ട് അല്ലെങ്കിൽ അവിടെ ചെന്നൈയിൽ കുറച്ച് 6 മാസം ചെന്ന് നിൽക്കുക, പിന്നെ അബുദാബി പോവുക, പിന്നെ ചെന്നൈയിൽ പിന്നെ വന്ന് എക്സാം എഴുതാൻ വരിക, അങ്ങനെയായിട്ടാണ് ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം അബുദാബി ജീവിതം, അതൊരു പ്രവാസി ജീവിതം എത്ര വർഷം ഉണ്ടായിരുന്നു? ഞാൻ 18 വർഷം ഉണ്ടായിരുന്നു അബുദാബിയിൽ ഉണ്ടായിരുന്നു. അതിൽ 10 വർഷം ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. എനിക്ക് പക്ഷേ ഈ മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന്റെ നെക്സ്റ്റ് ഡേനെ എനിക്ക് ജോലി കിട്ടി. അബുദാബിയിൽ ടീച്ചറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. എന്തൊക്കെയാണ് ഒരു ഇപ്പം ടീച്ചറിന്റെ വലിയ ലോങ് ഒരു കരിയർ തന്നെയാണ് ഈ ഒരു അധ്യാപനത്തിൽ. എന്താണ് ഒരു മോണ്ടിസോറി ടീച്ചറിനായപ്പം ടീച്ചറിന് കിട്ടുന്ന പ്ലസ് പോയിന്റ് എന്തൊക്കെയാന്ന് പറയും? അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ എന്തായിരിക്കും എന്നോട് പറഞ്ഞു തരാനുള്ളത്? ഞാനത് മോണ്ടിസോറി ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് കിട്ടിയ മാത്രം കുറച്ചധികം ഇല്ലേ? അതെ, അതാണ്. ഞാൻ ആദ്യം ഒരു ടീച്ചർ ആയാൽ തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മൾ ലേഡീസിന് ഏറ്റവും നമുക്ക് ഒരു ഒന്നാമത് ടീച്ചർ എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അല്ല, നമ്മൾ പറയില്ല, എൻ്റെ മകളുടെ മാം എന്നെ പറയില്ല, എൻ്റെ മോൻ്റെ ടീച്ചറാണ്, അത് ഒരു ഷോപ്പിൽ പോയി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ ടീച്ചറാണ്, ഇല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ മോള് പറയും അമ്മ എൻ്റെ ടീച്ചറാണ് എന്ന് പറയുമ്പോൾ ഓടി വന്ന് പരിചയപ്പെടുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ. പിന്നെ അത് കൂടാതെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുക, എസ്പെഷ്യലി മോണ്ടിസോറി മെത്തേഡിൽ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് അത് വളരെ നല്ലൊരു കാര്യം. കാരണം നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 6 വയസ്സിന് താഴെയുള്ള കുട്ടികളായിരിക്കും. അതെ. അപ്പൊ ആ കുഞ്ഞു മക്കൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഉള്ളുകൊണ്ടുള്ള സ്നേഹം ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾക്ക് അവരെങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ എൻ്റെ ടീച്ചർ അത് പറഞ്ഞു, അങ്ങനെയാണല്ലോ പറയുക. അമ്മ വീട്ടിൽ നിന്ന് ഇത് എഴുതും, ഒരു പേജ് എഴുതാൻ പറഞ്ഞ കുട്ടി പറയാലോ, എൻ്റെ ടീച്ചർ പറഞ്ഞു 4 വരി എഴുതിയാൽ മതി, ഒരു പേജ് എഴുതണ്ട, അമ്മ പറയുന്നത് ശരിയല്ല. അങ്ങനെയാണല്ലോ ഇപ്പൊ ഇന്നത്തെ കാലത്ത്. ടീച്ചർ എന്താ പറയുന്നത് വെച്ചാൽ അതാണ് അവർക്ക് അച്ഛനും അമ്മയും പറയുന്നതിനെക്കാട്ടും അല്ലേ മാമിന്റെ അതേ തന്നെയാണ്. നമ്മളൊരു മോണ്ടിസോറി ടീച്ചർ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ഇരിക്കുന്ന സമയം മുഴുവൻ നമ്മൾ ഈ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഒപ്പമാണല്ലോ ചെലവഴിക്കുന്നത്. അപ്പൊ നമ്മൾ ആ കുട്ടികളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ മനസ്സിൽ വേറൊന്നും ഉണ്ടാവില്ല, ടെൻഷനോ അതൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. ഒരു ടെൻഷനും ഇല്ലാതെ ആ കുട്ടികളുടെ ഒപ്പം നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടും കളിപ്പിച്ചിട്ടും ഒരു സെക്കൻഡ് മദർ എന്നാണല്ലോ ടീച്ചേഴ്സ് പറയാ, അവരുടെ സെക്കൻഡ് മദറായിട്ട്
അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുകയാണ്. നമുക്കൊരു ടെൻഷനും ഒന്നും ഉണ്ടാവില്ല. വേറെ ഒന്നിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയൊന്നും വളരെ ഹാപ്പി ആയിട്ട് ആ കുട്ടികൾക്ക് നമ്മൾ അതൊരു സിസ്റ്റമാറ്റിക് ആയി പോവുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ടീച്ചറെ, ഇപ്പം ഒരുപാട് വനിതകൾ കടന്നു വരുന്ന ഒരു മേഖലയാണ് മോണ്ടിസോറി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു വനിത, ഇപ്പം ഒരുപാട് പേർക്ക് എനിക്കറിയാം, നമ്മുടെ ഈ വീഡിയോ കാണുന്ന, നമ്മളിതുപോലെ ഒരുപാട് വീഡിയോസ് ചെയ്യാറുള്ളതാണ്, കരിയർ ഗ്യാപ്പ് ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം തന്നെ പഠിച്ചിട്ട് ഒന്നും എത്താത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണോ മോണ്ടിസോറി എന്ന് പറയുന്നത്? അതെ, അത് മാം പറയുന്നത് വളരെ കറക്റ്റാണ്. നമ്മളിപ്പോൾ ചില കുട്ടികൾക്ക്, ചില ലേഡീസ് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു പോയി, പിന്നെ 2 കുട്ടികളായി, അതൊക്കെ കഴിഞ്ഞിട്ട് അവര് വീട്ടിൽ വെറുതെ, കുട്ടികൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ അവര് വീട്ടിൽ വെറുതെ ഇരുന്നിങ്ങനെ ആലോചിക്കുമല്ലോ, അയ്യോ ഞാനിപ്പോൾ എന്തെങ്കിലും +2 കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു പോയി, ഇല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു പോയി, എനിക്ക് അന്ന് തന്നെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ജോലിക്ക് കയറായിരുന്നു എന്ന് ആലോചിച്ച് ടെൻഷനായിട്ട് വീട്ടിൽ കുട്ടികളും ഇല്ലാതെ ഇരിക്കുമ്പോൾ വല്ലാതെ ടെൻഷൻ ആവുമല്ലോ. അങ്ങനെ വീട്ടിൽ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഏറ്റവും പറ്റിയ ഒരു കോഴ്സാണ് ഈ മോണ്ടിസോറി കോഴ്സ്. എനിക്ക് അവിടെ ഒരു പോയിന്റ് പറയാനുണ്ട് ടീച്ചറെ. ഈ മിക്കപ്പോഴും മറ്റുള്ള ടീച്ചിങ് ജോബുകളൊക്കെ ഉണ്ടല്ലോ, അതായത് 1 തൊട്ടുള്ളതിനൊക്കെ TTC വേണം, അല്ലെങ്കിൽ BEd വേണം. അപ്പം മിക്ക കുട്ടികളും ഈ പറയുന്ന ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ TTCക്കോ BEdനോ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവർക്ക് പിന്നീട് അവർ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ല, അവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വരേണ്ടി വരും. ആ ടൈമിങ്ങിനൊക്കെ വെക്കേഷന്റെ ലീവുകളൊക്കെ വേണം. അതിനൊക്കെ പറ്റിയ ഒരു ജോബ് എന്ന് പറയുന്നത് ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലേ. ചെറിയ കുഞ്ഞുങ്ങളെ BEd കഴിഞ്ഞിട്ടുണ്ടാവില്ലാത്ത ഒരുപാട് പേര് ടീച്ചിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഓപ്ഷൻസ് എന്ന് പറയുന്നത് മോണ്ടിസോറി തന്നെയാണ് അല്ലെ. ശരിക്കും മോണ്ടിസോറി തന്നെയാണ്. അതെ, കുട്ടികൾക്ക് കിട്ടുന്ന വെക്കേഷൻസ് ഒക്കെ കിട്ടും, ഓണത്തിനുള്ള ലീവ് കിട്ടും, ക്രിസ്മസിനുള്ള ലീവ് കിട്ടും. പിന്നെ നമ്മുടെ മക്കളെ നമുക്ക് ട്രെയിൻ ചെയ്യാം. നമ്മളെ മക്കളെ ശരിക്കും നമ്മളെ മക്കളെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇപ്പൊ മോണ്ടിസോറിയുടെ ടീച്ചിങ് മെത്തേഡ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയല്ല കുഞ്ഞു മക്കളെ പഠിപ്പിക്കേണ്ടത്. ഇപ്പൊ നിങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന മെത്തേഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ടീച്ചിങ് മെത്തേഡിൽ കുഞ്ഞു മക്കളെ പഠിപ്പിക്കേണ്ടത് കറക്റ്റ് ഈ മെത്തേഡിലൂടെയാണ് അല്ലേ. അതെ അതെ, കറക്റ്റ്. അതെ അതെ, കുട്ടികൾ കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വയം കുട്ടികൾ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ള മാതിരിയാണ്. മോണ്ടിസോറി മെത്തേഡ് മറ്റുള്ള ടീച്ചിങ് സ്റ്റൈലിനേക്കാളും വ്യത്യസ്തമാണല്ലോ. അതെ അതെ, ഒരുപാട്. കാരണം ഒരുപാട് ഇപ്പൊ നമ്മുടെ ഓഫീസിൽ തന്നെയാണെങ്കിലും നിരവധി ഉപകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്. അപ്പൊ ഈ കുട്ടികൾ മോണ്ടിസോറി ടീച്ചിങ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം പൊതുവായി ശ്രദ്ധിക്കേണ്ടത്? ഈ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ്. ഈ മറിയ മോണ്ടിസോറി ഒരു 100-120 കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഈ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി പറയാം, മോണ്ടിസോറി ഓരോ കോൺസെപ്റ്റും കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽസ് കൂടിയാണ്, അല്ലാതെ ബൈഹാർട്ട് പഠിപ്പിക്കലല്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ട്രഡീഷണൽ മെത്തേഡിൽ, സാധാരണ മെത്തേഡിൽ ഒരു നമ്പേഴ്സ് 1 to 10 പഠിപ്പിക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് എന്താ ചെയ്യുക, ക്ലാസ്സിൽ വരുന്നു, ചോക്ക് എടുക്കുന്നു, ബോർഡിൽ 1 to 10 എഴുതുന്നു, കുട്ടികളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നു. അത് കുട്ടികൾ വെറും ബൈഹാർട്ട് പഠിക്കുക. കുട്ടികൾക്ക് ഓരോ നമ്പറിനും ഓരോ വാല്യൂ ഉണ്ട്. ഇപ്പൊ 2 എന്ന് പറഞ്ഞാൽ 1-നേക്കാട്ടും വലുതാണ്, 3 പറഞ്ഞാൽ 2-നേക്കാട്ടും വലുതാണ്. അങ്ങനെ അതിന്റെ വാല്യൂ അറിയണം. ഇങ്ങനെ ഒന്നും അറിയുന്നില്ല, അവർ ബൈഹാർട്ട് പഠിക്കുന്നു, ബുക്കിൽ 1 to 10 എഴുതുന്നു, അടുത്ത മാസം വന്ന് എക്സാം എഴുതുന്നു, അങ്ങനെയാണല്ലോ അറിയുന്നത്. പക്ഷെ മോണ്ടിസോറിയിൽ അങ്ങനെയല്ല. ഓരോ കോൺസെപ്റ്റ്, ഇപ്പൊ ഒരു നമ്പർ ആണെങ്കിലും ഒരു ലെറ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ GKന്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ മെറ്റീരിയൽ കൂടിയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ കുട്ടിക്ക് നമ്മളൊരു ടീച്ചർ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന കൃത്യം മെത്തേഡിലൂടെ തന്നെ നമ്മളും പഠിച്ചെടുക്കണം അല്ലെ. നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ കാണാറുണ്ട്, ഞങ്ങള് എല്ലാ ദിവസവും ഇവിടെ വരുന്ന പല കുട്ടികളും ഇത് പഠിക്കുന്നുണ്ട്. അപ്പം പഠിക്കുന്നുണ്ടെങ്കിലും ഇതിനെപ്പറ്റി കൃത്യമായ ധാരണയില്ല, ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പം എനിക്ക് തോന്നുന്നു പലപ്പോഴും ഓൺലൈൻ ക്ലാസ്സുകളാണ് കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ടീം CC ഇഗ്നൈറ്റ് ചെയ്യുമ്പം ഇതിന് ഓരോന്നിനെയും വെച്ച് കൃത്യമായി മോണ്ടിസോറിയുടെ മുഴുവൻ ഉപകരണങ്ങളും ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇതിലൂടെ നൽകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും. കുട്ടികളെ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് റേസ് ചെയ്ത് തരുന്ന രീതിയിൽ തന്നെയാണ് CC ഇഗ്നൈറ്റിലൂടെ നിങ്ങൾക്ക് മോണ്ടിസോറി കോച്ചിങ് നൽകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ സർട്ടിഫിക്കറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ ഒരു മോണ്ടിസോറി ടീച്ചിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും. ഹൗസ് വൈഫ് ഉണ്ടാവും, വീട്ടിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന
ഒരുപാട് ലേഡീസിന് ഏറ്റവും നല്ലൊരു ചോയ്സ് എന്ന് പറയുന്നത് ഈ മോണ്ടിസോറി കോഴ്സ്. തീർച്ചയായിട്ടും നിങ്ങൾ ജോലി തുടങ്ങുന്ന വനിതകളാണെങ്കിൽ വീട്ടിലിരിക്കുന്ന ഇനി വീണ്ടും ഒന്ന് കരിയർ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. കാരണം നമ്മുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമുക്കൊരു ചെറിയ അല്ലെ, നമുക്കറിയാം ഒരു ഏണിങ്സ് എന്ന് പറയുന്നത് എത്രമാത്രം നമുക്ക് വിലപ്പെട്ടതാണ്. അത് വലിയ സംഖ്യ ആവണമെന്നൊന്നും നിർബന്ധമില്ല. ചിലപ്പോൾ ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടം മേടിച്ച് മോന് കൊടുക്കാനായിരിക്കും, ഗിഫ്റ്റ് കൊടുക്കാനോ പേരൻസിനെ കാണാൻ പോകുമ്പോൾ നമുക്കൊരു അല്ലേ, അത് നമ്മളെപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസിനെ പറ്റി പറയാറുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിരിക്കുക എന്ന് പറയാറുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഇതിനൊരു വലിയ ഏറ്റവും നല്ല കോഴ്സാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും 100% തീർച്ചയായിട്ടും കിട്ടും. കാരണം നമ്മുടെ നാട്ടിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ജില്ലയിലും ഒരുപാട് മോണ്ടിസോറി സ്കൂൾസ് വരുന്നുണ്ട്. അതെ അതെ ടീച്ചറെ, അവിടെ എനിക്കൊരു പോയിന്റ് പറയാനുള്ളത്, ഇത് പലരും വിചാരിക്കുന്നത് ഇതിന്റെ ഒരു മേഖല ടീച്ചിങ് മാത്രമല്ലല്ലോ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്ലേ സ്കൂൾ തുടങ്ങാം, ഡേ കെയർ തുടങ്ങാം, അല്ലെങ്കിൽ ട്യൂഷൻ സെന്റർ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതേമാതിരി ഇത്തരം മോണ്ടിസോറി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാം. പലതും ചെയ്യാം. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മക്കളെ തന്നെ പഠിപ്പിക്കാനോ, നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നെയ്ബേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ തന്നെ പഠിപ്പിക്കാം. സമ്മർ ക്യാമ്പ്സ് നടത്തുക. അതായത് നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് തിരിച്ചറിയാം. നമ്മൾ ഇതൊരു കോഴ്സ് പഠിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി തന്നെ അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോണ്ടിസോറിയിൽ നിങ്ങൾക്കൊരു ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് പീരീഡിൽ പഠിക്കാം എന്നുള്ളതാണ് അല്ലെ. വലിയ സിലബസ് ഒന്നുമില്ല, നമുക്ക് താങ്ങാൻ പറ്റുന്നത്. എസ്പെഷ്യലി വീട്ടമ്മമാർക്കൊക്കെ അവർക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു വലിയ സിലബസ് ഒന്നും അല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളാണ്. സൈക്കോളജി ആണെങ്കിലും ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. കുട്ടികളുടെ സൈക്കോളജി അല്ല, അത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് ആയാലും വളരെ അവർക്ക് മനസ്സിലാകാതെ അറിയാൻ മോണ്ടിസോറി കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ മെറ്റീരിയൽസ്. അപ്പൊ വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടമ്മമാർക്ക് മെറ്റീരിയൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് തൊട്ട് പഠിപ്പിക്കത്തില്ലേ? അതായത് ഏറ്റവും ഒരു ചെറിയ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഈ മോണ്ടിസോറിയിൽ EPL ആക്ടിവിറ്റി എന്നാ പറയാ, ഏർലി പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി. ഒരു 2-2.5 വയസ്സുള്ള കുട്ടിക്ക് ചെറുതായിട്ട് ഇപ്പൊ നമ്മൾ കാണാറില്ല നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാ, മാമിനെ ശ്രദ്ധിച്ചാൽ കാണാം. മാമിന്റെ ഒക്കെ വീട്ടിൽ രാവിലെ എണീച്ചാൽ എന്താ, കുട്ടികൾ നമ്മൾ എത്രയോ പ്രാവശ്യം വിളിച്ചുണർത്തണം, എന്നാലേ അവരെ എണീക്കുള്ളൂ. പിന്നെ അവരെ എടുത്ത് ബാത്റൂമിലാക്കണം, ബ്രഷ് ചെയ്ത് കൊടുക്കണം, യൂണിഫോം ഇട്ട് കൊടുക്കണം, ഷൂ ഇട്ട് കൊടുക്കണം, മുടി കെട്ടി കൊടുക്കണം. കുട്ടികളെ ബാഗ് ഇട്ടിട്ടാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് അല്ലെ നമ്മൾ പാരന്റ്സ്. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു മഴ പെയ്ത് തുറന്ന മാതിരി ആയിരിക്കും അല്ലെ വീട്ടില്. പക്ഷെ അങ്ങനെയല്ല, ഈ മോണ്ടിസോറി മെത്തേഡിൽ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇൻഡിപെൻഡന്റ് ആവും. അവരെന്നെ രാവിലെ എണീച്ചിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ബ്രഷ് ചെയ്ത് ഇതൊക്കെ മോണ്ടിസോറിയിൽ പഠിപ്പിക്കും. ബ്രഷ് ചെയ്യാനും ടിഫിൻ പാക്ക് ചെയ്യാനും എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഒന്നും വേണ്ട, ഒരു ബാഗിന്റെ സിബ് തുറക്കുക, സിബ് അടയ്ക്കുക, അങ്ങനെ ചെറിയ കാര്യങ്ങൾ, നാപ്കിൻ വിരിക്കുക, അതിൽ ഫുഡ് വെച്ച് കഴിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങള്, മൈന്യൂട്ടുള്ള കാര്യങ്ങൾ. അതാണ് മോണ്ടിസോറി എന്നുള്ള ഈ പ്ലേ ക്ലാസ്സിൽ നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ നോക്കി 1 കിലോമീറ്ററിൽ തന്നെ ഒരു 3-4 പ്ലേ ക്ലാസ്. തീർച്ചയായിട്ടും ഞാനിപ്പോ ഇവിടെ കാക്കനാടെന്ന് ഞാൻ എപ്പോഴും പറയും, ഈ ഒരു 500 മീറ്ററിൽ തന്നെ അല്ലെങ്കിൽ 500 ഒരു 1/2 കിലോമീറ്റർ റേഡിയസിൽ തന്നെ എത്ര സ്കൂളുകളാണെന്ന് എസ്പെഷ്യലി പ്ലേ ക്ലാസ്സസ്. വർക്കിംഗ് പേരൻസ് ആണ് 2-2.5 വയസ്സാക്കിയാൽ കൊണ്ടയാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. പിന്നെ ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് വലിയ ഫസ്റ്റ് ക്രൈ പോലുള്ള അങ്ങനെയുള്ള ഒരുപാട് പേര് അവരുടെ ഫ്രാഞ്ചൈസീസ് കൊടുക്കണം. അപ്പം അതിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഓൾറെഡി പ്രൊമോഷൻസ് ചെയ്യും, അവരുടെ ഒരു ബ്രാൻഡിന്റെ വാല്യൂ ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ കയറിക്കോളും അല്ലെ. നമുക്ക് അവിടെ വേറെ അവര് കൃത്യമായി ട്രെയിനിങ് നൽകും. നമുക്ക് എന്തൊക്കെയാണ് ഡിവൈസസ് വേണ്ടത് ഇതെല്ലാം അവർ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യും. അപ്പൊ വീട്ടമ്മമാരെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കണം. നമ്മൾ വീട്ടമ്മമാരായിട്ട് മാത്രം ഒതുങ്ങുന്നവരൊന്നും അല്ല അല്ലെ. പഠിച്ചു കഴിഞ്ഞ് എല്ലാ ലേഡീസിലും എല്ലാവരുടെ ഉള്ളിലും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. അത് നമ്മൾ പുറത്തെടുക്കണം. അല്ല വീട്ടിന്റെ ഉള്ളിൽ അത് പിന്നെ കുട്ടികൾ വലുതായാലും അവരുടെ മക്കളൊക്കെ വലുതായി ഇപ്പൊ രണ്ടാളും വലുതായി അവരവരെ ജോലിയായിട്ട് അവര് എൻഗേജ്ഡ് ആയി. ടീച്ചർ ഇപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെയാണ്, എപ്പോഴും ചെറിയ കുട്ടികളുടെ ഒപ്പം തന്നെയാണ് എല്ലാവരോടും ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത്. നിങ്ങൾ എത്രമാത്രം നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് നമ്മുടെ പുതിയ പുതിയ ആവശ്യങ്ങൾ എന്ത് കോഴ്സ് സെലക്ട് ചെയ്യണം. പലരും പറയാറുണ്ട് ടീച്ചിങ്ങിലേക്ക് വരണം, പക്ഷെ അന്ന് BEd ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ കേരള PSC മിക്ക എക്സാംസും എഴുതിപ്പിക്കുന്ന ഒരാളാണ്. അപ്പം എല്ലാത്തിനും TTC BEd ആണ് യോഗ്യത വേണ്ടത്. പക്ഷെ
ടീച്ചറാകാൻ TTC BEd ഒന്നുമില്ലാതെയും നിങ്ങൾക്ക് ടീച്ചറാകാൻ സാധിക്കും. അതാണ് ഈ മോണ്ടിസോറി TTCയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ടീച്ചറെ, എനിക്കൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ളത്, മോണ്ടിസോറി TTC എന്ന് പറയുന്ന ആശയം കുട്ടികളിൽ എത്രമാത്രം അവരുടെ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വളർച്ച വരുത്തിയിട്ടുണ്ട്. പക്ഷേ ടീച്ചർ അത് കഴിഞ്ഞിട്ട് ഈ ഒരു 25ഓളം വർഷത്തിന് ശേഷം നിരവധി കുട്ടികളെ പഠിപ്പിച്ചവരെയൊക്കെ കാണാറുണ്ട്. അവർക്കൊക്കെ ഈ ആദ്യം കൊടുക്കുന്ന ആ ഒരു വിത്ത് അതുപോലെ തന്നെ പിന്നീടും അവർ ലൈഫിൽ പാലിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികളെ കാണാറുണ്ടോ, മീറ്റ് ചെയ്തിട്ടുണ്ടോ? അതെ, ഞാൻ ആദ്യം പഠിപ്പിച്ച എൻ്റെ ഫസ്റ്റ് ബാച്ചിലത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കുട്ടികളായി കഴിഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെയാണ്. 10-25 വർഷം മുമ്പല്ല, 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടികളല്ല, അവർക്ക് ഇപ്പൊ 30 എബവ് ആയിട്ടുണ്ടാവില്ല, അവർക്ക് കുട്ടികളായി കഴിഞ്ഞിട്ടുണ്ട്. അവര് നമ്മളെ വിളിക്കും, അവരെ കുട്ടികൾക്ക് ഇപ്പൊ എന്തെങ്കിലും വേണമെങ്കിൽ ഡൗട്ട് ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും, മാം ഞാനിപ്പോ ഇവിടെയാണ്, അവിടെ ഏതാ നല്ല സ്കൂളൊന്ന് മാം പറഞ്ഞു തരുമോ, എന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനിപ്പോ ട്രിവാൻഡ്രത്താണ് അല്ലെങ്കിൽ കണ്ണൂരാണ്, അവിടെ നല്ല സ്കൂൾ ഏതാണ്, അല്ലെങ്കിൽ നല്ല വലിയൊരു ശിഷ്യ സമ്പത്ത് തന്നെ ഈ മേഖലയിൽ ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് ഒരു സന്തോഷമാണ്. അതെ, മാമിനെ അറിയാലോ. അതോടൊപ്പം തന്നെ ടീച്ചറിന് ഒരുപാട് സ്കൂളുകളുമായിട്ടും ഒക്കെ പരിചയം ഉണ്ടാവും. ഈ അധ്യാപകരെയൊക്കെ ടീച്ചറിന്റെ മിക്ക സ്കൂളുകളിലെ അധ്യാപകർ മോണ്ടിസോറി പഠിച്ചത് ടീച്ചറിന്റെ കുട്ടികൾ തന്നെയൊക്കെ ആയിരിക്കും അല്ലേ? അതെ, ഒരുപാട്. അതെ, മോണ്ടിസോറി പഠിച്ച കുട്ടികളൊക്കെ അതെ, ഒരുപാട് കുട്ടികൾ, നിരവധി കുട്ടികളുണ്ട്. നിരവധി കുട്ടികളുള്ള അധ്യാപക സമ്പത്തുള്ള ഒരു അധ്യാപികയാണ്. അപ്പൊ ഇന്ന് മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കുട്ടികളിലെ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നും, അതോടൊപ്പം തന്നെ വീട്ടമ്മമാർ നിർബന്ധമായും നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് പ്രധാനമാണ് നമ്മുടെ ജോബുകൾ എന്നൊക്കെ പറയുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യാൻ ലോകത്തിലെവിടെ നിന്നും നിങ്ങൾക്ക് സാധ്യമായ ഒരു കോഴ്സ് തന്നെയാണ് മോണ്ടിസോറി TTC എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ ദേവി ടീച്ചർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ മേഖലയിൽ എങ്ങനെയാണ് ജോബ് നേടേണ്ടത്, ഇന്ത്യക്ക് പുറത്തും ഒരുപാട് ജോലികളുള്ളത് അല്ലേ? കേരളത്തിന്റെ പുറത്തും പിന്നെ ഇന്ത്യയുടെ പുറത്തും ഒക്കെ ഒരുപാട്. കാരണം ടീച്ചർ വർക്ക് ചെയ്തത് അബുദാബിയിലായതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടായിരുന്നു. സ്കൂൾസും ഉണ്ട്. മികച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനും അവിടേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാനും ഒന്നും ഒരു പ്രയാസവും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ല കോഴ്സുകൾ ചൂസ് ചെയ്യുക, നല്ല ലാംഗ്വേജ് വേണം. ഓൾ ഓവർ നമ്മുടെ ഒരു ജോബിന് ചെല്ലുമ്പോൾ നമ്മൾ അതിനെല്ലാം സജ്ജരായിരിക്കും. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കണം. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളോട് എങ്ങനെയാ സംസാരിക്കുക. ഇപ്പൊ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതിന്റെ അവയർണം, നല്ല ലാംഗ്വേജ് ഉണ്ടാവണം, പുതിയ ടെക്നോളജീസ് അറിയണം. ഇതൊക്കെ ഞങ്ങൾ CC Ignite നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഒക്കെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്തോളൂ. ഞാൻ നമ്പർ താഴെ കൊടുത്താം. വീണ്ടും ഇതേപോലെ ഈ ഒരു മേഖലയിലുള്ള പ്രമുഖ അധ്യാപകരെ എല്ലാം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ എത്തിക്കുന്നതായിരിക്കും. ടീച്ചറെ, വീണ്ടും കാണാം. നന്ദി. താങ്ക് യു ആശ മാം. താങ്ക് യു സോ മച്ച്.